തൃശൂരിൽ ആംബുലൻസ് വൈകിയതിനെ തുടർന്ന് റെയിൽവേ സ്റ്റേഷനിൽ യുവാവ് മരിച്ച സംഭവത്തിൽ കേസ് അന്വേഷണം ആരംഭിക്കാതെ പോലീസ്. പരാതിക്കാരുടെ മൊഴി പോലും രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറായിട്ടില്ല. ആശുപത്രിയിൽ എത്തിയതിനു ശേഷം മരണം സംഭവിച്ചതായി വരുത്തി തീർക്കാനും പോലീസ് ശ്രമങ്ങൾ നടക്കുന്നതായി ആക്ഷേപം. കൃത്യസമയത്ത് ആംബുലൻസ് കിട്ടാത്തതിനെ തുടർന്ന് ട്രെയിൻ യാത്രക്കാരനായ യുവാവ് പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിക്കേണ്ടി വന്ന സംഭവത്തിൽ ആരോഗ്യവകുപ്പിനെ വെള്ളപൂശാൻ പോലീസ്. പരാതിക്കാരുടെ മൊഴി പോലും രേഖപ്പെടുത്താതെ എല്ലാ കുറ്റവും റെയിൽവേയുടെ മേൽ കെട്ടിവയ്ക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. അതിന്റെ ഭാഗമായി റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടന്ന് മരിക്കേണ്ടി വന്ന ശ്രീജിത്തിന്റെ മരണം ആശുപത്രിയിൽ എത്തിയതിനു ശേഷമെന്ന് വരുത്തി തീർക്കാൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നതായി ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ശ്രീജിത്തിനെ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനെത്തിയ ആംബുലൻസിൽ ഓക്സിജൻ സംവിധാനം പോലും ഇല്ലായിരുന്നു എന്ന സഹയാത്രികന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് കേസ് അട്ടിമറിക്കാനുള്ള നീക്കവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. 15 ദിവസത്തിനുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ജില്ലാ പോലീസ് മേധാവിയോടും റെയിൽവേ ഡിവിഷണൽ മാനേജരോടും മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പിനെ വെള്ളപൂശി റെയിൽവേയെ കുറ്റക്കാരായി ചിത്രീകരിക്കുന്ന തരത്തിൽ അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ കൃത്യസമയത്ത് 108 ആംബുലൻസ് എത്താതെ വന്നതോടെയാണ് യുവാവിന്റെ മരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതെന്നാണ് സഹയാത്രികർ സാക്ഷ്യപ്പെടുത്തുന്നത്. യുവാവിനെ കൊണ്ടുപോകാൻ മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ആംബുലൻസിൽ ഓക്സിജൻ സംവിധാനമില്ലാഞ്ഞത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ഇത് മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസിന്റെ അന്വേഷണം. ജനം, തൃശൂർ.